വിശുദ്ധനാകും യോസേപ്പേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീതിമാനാകും താതാ, യേശുവിൻ സ്നേഹതാതാ, വിശുദ്ധനാകും യോസേപ്പേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി യേശുവിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, യോസേപ്പ് പിതാവിൻ്റെ മരണത്തിരുനാളിൻ്റെ ദിവസങ്ങളിലാണ് നമ്മളിപ്പോൾ. വിശുദ്ധ യോസേപ്പിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്ന ദിവസങ്ങളുമാണിത്. യോസേപ്പ് പിതാവിനെ കുറിച്ചുള്ള 5 ദിവസത്തെ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യോസേപ്പ് പിതാവിൽ നിറഞ്ഞു നിന്ന 3 വലിയ പ്രത്യേകത ഇന്ന് നമ്മൾ അവസാനമായിട്ട് ഒന്ന് ചിന്തിക്കുന്നു, ധ്യാനിക്കുന്നു. 1, സൽപ്പേര് നശിപ്പിക്കാത്ത യോസേപ്പ് പിതാവ്. 2, നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായ യോസേപ്പ് പിതാവ്. 3, കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായ വിശുദ്ധ യോസേപ്പ്. ഈ ചിന്തകളിലൂടെ 5 ദിവസത്തെ നമ്മുടെ യോസേപ്പ് പിതാവിനെക്കുറിച്ചുള്ള ധ്യാന ചിന്തകളുടെ സമാപനത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. യോസേപ്പ് പിതാവിൻ്റെ പ്രത്യേകതകൾ: കന്യാവ്രതക്കാരുടെ കാവൽക്കാരൻ. പലപ്പോഴും പറയും, കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മയുമൊത്ത് ജീവിച്ചപ്പോഴും അമ്മ ദൈവത്തിന് വേണ്ടി അമ്മയെ തിരഞ്ഞെടുത്തു എന്ന് ബോധ്യമുള്ള യോസേപ്പ് തനിക്ക് അർഹമായ ജീവിതത്തിൻ്റെ സുഖങ്ങളും സന്തോഷങ്ങളും പോലും വേണ്ടെന്ന് വെച്ച് ഒരു കാവൽക്കാരനെ പോലെ നിന്നു എന്ന് പാരമ്പര്യങ്ങളിൽ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. വിശുദ്ധ യോസേപ്പ് ഇന്ന് നമുക്കൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഒരു നല്ല നന്മയുടെ ജീവിതം നയിക്കുവാൻ, കന്യാവ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ജീവിതാന്തസ്സിലും അതിൽ കളങ്കം ചേർക്കാതെ ജീവിക്കാനുള്ള കൃപ, അല്ലാണ്ട് പ്രസവിക്കാത്തൊരവസ്ഥ, പുരുഷ സ്ത്രീ ബന്ധം സ്ഥാപിക്കുന്ന അവസ്ഥ ആ രീതിയിലല്ല എടുക്കേണ്ടത്. പിന്നെയോ ഏത് ജീവിതാന്തസ്സിലും മായം ചേർക്കാതെ കളങ്കം ചേർക്കാതെ ജീവിക്കുന്ന ഒരവസ്ഥ, അത് കന്യാത്വമാണ്. സ്വന്തം ഭർത്താവിനോട് മാത്രം വിശ്വസ്തത കാണിക്കുകയും മറ്റു മോശമായ ഒരു ചിന്തയില്ലാതെ സൂക്ഷിക്കുന്ന ജീവി ഒരു സ്ത്രീ. അവരുടെ ജീവിതത്തിൽ കന്യാത്വത്തിൻ്റെ വിശുദ്ധിയുള്ളവളാണ് ആ സ്ത്രീ. ഏത് ജീവിതാന്തസ്സിലും മായം ചേർക്കാതെ വെള്ളം ചേർക്കാതെ ആ ജീവിതം വിശുദ്ധിയോടെ ജീവിക്കും. അതൊക്കെ ഒരു കന്യാത്വത്തിൻ്റെ ജീവിതമെന്ന് നമുക്ക് പറയാൻ പറ്റും. യോസേപ്പ് പിതാവ് അങ്ങനെ ജീവിച്ചു. മറിയത്തോട് ഒത്ത് ഏൽപ്പിച്ച ദൗത്യങ്ങൾ വിശ്വസ്തയോടെ പൂർത്തിയാക്കി. ഒരു വെള്ളവും മായവും ചേർക്കാത്തൊരു ജീവിതം. ഇപ്പം നമ്മളൊക്കെ യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥതയ്ക്ക് നമ്മുടെ പെൺപിള്ളാരെയും നമ്മുടെ ആൺകുട്ടികളെയും ഒക്കെ സമർപ്പിക്കണം. പിഴച്ച സുഹൃത്ത് ബന്ധങ്ങളും ദുഷിച്ച വാർത്താമാധ്യമങ്ങളും ഒക്കെ യുവ മനസ്സുകളെ മലിനപ്പെടുത്തുമ്പോൾ യോസേപ്പ് പിതാവേ, എൻ്റെ കുഞ്ഞിന് ചീത്തയായ കൂട്ടുകെട്ടിൽ വീഴാതെ, തിന്മയിൽ വീഴാതെ നന്മയിൽ കാത്തുകൊള്ളണമെന്നും പറഞ്ഞ് ഓരോ അമ്മയും സ്വന്തം മോളെ യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥതയ്ക്ക് സമർപ്പിക്കണം. ഓരോ അമ്മയും സ്വന്തം മോനെ യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥതയ്ക്ക് സമർപ്പിക്കണം. ദമ്പതിമാർ അവരുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ വിശുദ്ധ യോസേപ്പിനോട് പ്രാർത്ഥിക്കണം. യോസേപ്പ് പിതാവേ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പാളിച്ചകളില്ലാതെ, പരിധികളില്ലാതെ വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടി ജീവിക്കുവാൻ ശക്തി തരണമേ, ബലം തരണമേ എന്ന് വിശുദ്ധ യോസേപ്പിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പോൾ യോസേപ്പ് പിതാവ് കന്യാവ്രതക്കാരുടെ കാവൽക്കാരൻ. ജീവിതം വിശുദ്ധിയോടെ ജീവിക്കുവാൻ, ദൈവത്തിന് വേണ്ടി മാത്രം കൊടുത്ത് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന സന്യാസികൾക്കും എല്ലാവർക്കും യോസേപ്പ് പിതാവ് ഒരു മാതൃക. ആത്മായ പ്രേക്ഷിതർക്കൊക്കെ ഒരു മാതൃകയായിട്ട് നിൽക്കുന്നു. വെള്ളം ചേർക്കാത്ത ജീവിതം, മായമില്ലാത്ത ജീവിതം, വിശുദ്ധിയുടെയും വിശ്വസ്തയുടെയുമായ ജീവിതം യോസേപ്പ് പിതാവ് നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുകയാണ്. കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായ യോസേപ്പ്. ഒപ്പം യോസേപ്പ് പിതാവിനെ കുറിച്ച് പറയും, സൽപ്പേര് നശിപ്പിക്കാത്ത യോസേപ്പ് പിതാവ്. യോസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറിയത്തിൻ്റെ പേര് കളയാൻ ആഗ്രഹിച്ചിട്ടില്ല. ഉണ്ടാ പറയുക, തൻ്റെ ഭാര്യ അപമാനിതയാകുവാൻ ആഗ്രഹിക്കാത്തതിനാൽ രഹസ്യത്തിൽ അവിടെ ഉപേക്ഷിക്കുവാൻ അവൻ തീരുമാനമെടുത്തു. സൽപ്പേര് കളയാത്ത യോസേപ്പ് പിതാവ്. നമ്മൾ പിന്നെ കാണുന്നുണ്ട്, തിരുക്കുടുംബത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വഴക്കുണ്ടായതായി നമ്മൾ കാണുന്നേയില്ല. കഴിഞ്ഞ കാലങ്ങളൊന്നും പറഞ്ഞ് മറിയത്തെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല.
ആവശ്യമില്ലാത്ത പാഴുവാക്കുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെയൊക്കെ കുടുംബത്തിലാണെന്ന് വരിയിൽ അരിശം വരുമ്പം ഭർത്താവിനെ തോന്നിയതൊക്കെ വിളിക്കുന്ന ഭാര്യ, ഭാര്യയെ തോന്നിയതൊക്കെ വിളിക്കുന്ന ഭർത്താവ്, മക്കളെ തോന്നിയതൊക്കെ വിളിക്കുന്ന മാതാപിതാക്കൾ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ഭർത്താവിനെ ഭാര്യ വിളിക്കുന്നു കാലൻ, കണ്ണിച്ചോരില്ലാത്ത കാലൻ. ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നു വൃത്തിയില്ലാത്ത മുതുപിശാച്. മക്കളെ വിളിക്കുന്നു കഴിവില്ലാത്ത ശവങ്ങൾ. എന്തെല്ലാം ആ വീട്ടിലെ സംഭാഷണങ്ങൾ. അങ്ങനെയുള്ള വീട്ടിലെ കുഞ്ഞുങ്ങളോട് ചോദിക്കുക, നിങ്ങൾ കാലനെ കണ്ടിട്ടുണ്ട്, എന്തിയെ കാപ്പ് കുടിക്കാൻ പോയിരിക്കുന്നു, ഇപ്പോൾ ഇങ്ങോട്ട് വരും. പിശാചോ കറി വളർത്തിക്കൊണ്ടിരിക്കുന്നു, തുണി അലക്കിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെ നോക്കി പറയും ശവങ്ങൾ, കഴിവില്ലാത്തവർ. എന്തെല്ലാം വാക്കാ പറയുക. ഭാര്യയെ നോക്കി ശവം, പൊട്ടി. കെട്ടിയവനെ നോക്കി ഒന്നിനും കൊള്ളാത്ത കഴുത. എന്തെല്ലാം വാക്കാ. ഗൾഫിൽ 2 കഴുതകൾ തമ്മിൽ അടുത്തിടെ വർത്തമാനം പറയുകയാണ്. 2 ആൺ കഴുതകൾ തമ്മിൽ. ഇപ്പോൾ 2 കഴുത തമ്മിൽ വർത്തമാനം പറഞ്ഞപ്പം ഒരു കഴുത മറ്റേ കഴുതയോട് ചോദിച്ചു, ദേ കഴുതേ കഴുത എന്നുള്ള വിളി കേട്ട് നിനക്ക് ആന്തരിക മുറിവ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ചത്താ മതിയെന്ന് തോന്നിയിട്ടുണ്ടോ? എപ്പോഴും കഴുതേ കഴുത എന്നുള്ള വിളി കേട്ടിട്ട് നിനക്ക് ചത്താ മതിയെന്ന് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ മറ്റേ കഴുത പറഞ്ഞു, 3 ആഴ്ച മുമ്പ് വരെ ചത്താ മതിയെന്ന് പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ജീവിക്കണം എന്നൊരു പുതിയ പ്രതീക്ഷ എനിക്ക് ലഭിച്ചിരിക്കുക. അതെന്താ? 3 ആഴ്ച മുമ്പ് ഈ 30 വയസ്സ് പ്രായമുള്ള സുന്ദരിയായ എൻ്റെ യജമാനിത്തെയും 35 വയസ്സുള്ള കെട്ടിയവനും തമ്മിൽ രാത്രി 10 മണിയോടുകൂടി ഒരു വലിയ വഴക്ക്. ആ വഴക്കിൻ്റെ അവസാനം സുന്ദരിയായ യജമാനത്തി ഭർത്താവിനോട് പറയുന്നത് കേട്ടു, താൻ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുകയാണെങ്കിൽ ഞാൻ തന്നെ ഇട്ടേച്ച് ഏതെങ്കിലും കഴുതയുടെ കൂടെ ഇറങ്ങിപ്പോകും എന്നാണ് പറയുന്നത് കേട്ടത്. എന്നെയല്ലേ ഏറ്റവും നല്ല പരിചയം, എൻ്റെ കൂടെ വന്നാലോ എന്ന് എനിക്കൊരു വലിയ പ്രതീക്ഷ. അതുമുതൽ ചാകണമെന്നുള്ള തോന്നൽ ഇപ്പം മാറിപ്പോയിരിക്കുകയാണ്. ജീവിക്കണമെന്നുള്ള ഒരു പുതിയ പ്രതീക്ഷ ഇന്ന് വന്നിട്ടുണ്ട്. എന്തെല്ലാം വാക്കുകളാണ് കുടുംബത്തിൽ. കഴുത, പിശാച്, ശവങ്ങൾ. ഇവിടെയാണ് പറയുക, അനാവശ്യ വാക്കൊന്നും യോസേപ്പ് പറയലായിരുന്നു. യോസേപ്പ് പിതാവിൻ്റെ വായിൽ നിന്ന് അനാവശ്യമായ ഒരു വാക്കുപോലുമില്ല. എപ്പോഴും സൽപ്പേര് സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന യോസേപ്പ് പിതാവിനെ നമ്മൾ കാണും. ഒരു ഭർത്താവിനെ സംബന്ധിച്ച് വേണമെങ്കിൽ ഒത്തിരി ആ ഭാര്യയെ മുറിപ്പെടുത്താനുള്ള ധാരാളം വകുപ്പുകളുണ്ട്. പക്ഷെ അതൊന്നും നോക്കാതെ യോസേപ്പ് പിതാവ് നന്മ മാത്രം സംസാരിച്ചു. അതുകൊണ്ടാണ് പിന്നീട് അവിടുത്തെ വളർത്തുപുത്രനായ യേശു മിശിഹ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിൽ 36 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, നിന്റെ വാക്കുകൾ അതെ അതെ എന്നും അല്ല അല്ല എന്നും ആയിരിക്കണം. നീ അനാവശ്യമായി പറയുന്ന ഓരോ വാക്കിനും വിധിയുടെ ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. യേശു പിതാവിൽ നിന്ന് പഠിച്ച ഒരു ജീവിത സന്ദേശമാണ് ഇത്, ജീവിത സന്ദേശം. അതുകൊണ്ടാണ് അനാവശ്യമായൊരു വിധി പോലും യോസേപ്പ് പിതാവ് മറിയത്തെക്കുറിച്ച് നടത്തിയതായിട്ട് വേദപുസ്തകത്തിൽ പറയുന്നില്ല. ഒരു വിധിവാക്ക് പോലും യോസേപ്പ് പിതാവ് മറിയത്തെക്കുറിച്ച് പറയുന്നതായിട്ട് നമ്മൾ വചനത്തിൽ വേദപുസ്തകത്തിൽ ഒരിടത്തും കാണുന്നില്ല, ഒരിക്കലും വിധിക്കുന്നില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പാപത്തിൽ പിടിക്കപ്പെട്ട പാപിനിയായ സ്ത്രീയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവനെ എറിഞ്ഞു കൊല്ലണമെന്നും പറഞ്ഞ് ആൾക്കാർ ബഹളം വെച്ചപ്പോൾ യേശു പറഞ്ഞതെന്താ? ഞാനും നിന്നെ വിധിക്കുന്നില്ല, മകളെ ശാന്തമായി പോവുക. കാരണം യേശുവിനറിയാം എങ്ങനെ വിധിക്കാൻ പറ്റും. പണ്ട് യോസേപ്പ് പിതാവ് എൻ്റെ അമ്മയെ അങ്ങനെയെങ്ങാനും വിധിച്ചിരുന്നെങ്കിൽ ഒരു പരസ്യ വേശ്യ എന്ന പേരിൽ എൻ്റെ അമ്മ അറിയപ്പെടുമായിരുന്നു. അപ്പൻ അമ്മയെ വിധിച്ചില്ല. അവിടെ പുത്രനും പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോവുക, മേലിൽ നീ പാപം ചെയ്യരുത്. അപ്പോൾ യോസേപ്പ് പിതാവിൻ്റെ ഒരു ജീവിത മാതൃക, സൽപ്പേര് നശിപ്പിക്കാത്ത, മോശമായൊരു വാക്ക് പറയാത്ത, ഒരു പാഴ്വാക്ക് പോലും വായിൽ നിന്ന് വീഴാത്ത വിശുദ്ധ യോസേപ്പിനെയാണ് തിരുവചനം നമുക്കായിട്ട് കാണിച്ചു തരിക. കന്യാവ്രതക്കാരുടെ കാവൽക്കാരൻ എന്ന് വെച്ചാൽ ജീവിത വിശുദ്ധി എങ്ങനെ പാലിക്കാമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിച്ച ഒരു വലിയ വിശുദ്ധൻ യോസേപ്പ് പിതാവ്. ഒപ്പം ഒരു പാഴ്വാക്ക് പോലും പറയാതെ സൽപ്പേര് സൂക്ഷിച്ച യോസേപ്പ് പിതാവ്. ഇത് യേശുവിൻ്റെ ജീവിതത്തിൽ മുഴുവൻ പിന്നീട് കാണുന്നുണ്ട്. യൂദാസ് യേശുവിനെ വഞ്ചനയുടെ ചുംബനത്താൽ ഒറ്റിക്കൊടുക്കുവാൻ യൂദാസ് ആഗ്രഹിക്കുന്നു. വഞ്ചനയുടെ ചുംബനത്താൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി യൂദാസ് ആഗ്രഹിക്കുമ്പോൾ യേശുവിന് അന്ത്യത്താഴ സമയത്ത് വേണേൽ പറയാം, എന്നാലും യൂദാസെ, നീ പാര പണിയാനുള്ള പദ്ധതി മനസ്സിൽ വെച്ചോണ്ടാണല്ലോ എൻ്റെ കൂടി അപ്പം മുക്കി തിന്നുന്നത്. പക്ഷെ പറഞ്ഞില്ല. യേശു പറഞ്ഞതെന്താ? നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. യൂദാസിന് സൽപ്പേര് കളയുന്നില്ല. ഒരിക്കൽ കൂടി യൂദാസിന് അവസരം കൊടുക്കുക. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. വീണ്ടും വിചാരത്തിനും ഒരു തിരിച്ചുവരവിനും
ഈ യൂദാസിന് സമസ്ത സാധ്യതകളുടെ വാതിലുകളും യേശു അവന് മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ്. യോസേപ്പ് പിതാവിൽ നിന്ന് കാണുന്ന ഈ മൂല്യങ്ങൾ ആരെയും വിധിക്കാത്ത, പാഴ്വാക്ക് പറയാത്ത, മോശമായതൊന്നും പറയാത്ത ഒരു പ്രത്യേക ഒരു ജീവിത ശൈലി, അത് യോസേപ്പ് പിതാവിൻ്റെ ശൈലിയായിരുന്നു. ഇന്ന് നമ്മളോട് യോസേപ്പ് പിതാവ് ചോദിക്കുകയാണ്, ഞാൻ ആരുടെയും സൽപ്പേര് നശിപ്പിക്കാതെ നല്ലത് മാത്രം പറഞ്ഞ് നന്മ മാത്രം ചെയ്ത് ഞാൻ കടന്നു പോകുന്നതിന് നിങ്ങൾ സാക്ഷികളാണ്. അങ്ങനെയെങ്കിൽ ഞാനൊന്ന് ചോദിക്കുന്നു, മകനെ മകളെ, നിങ്ങൾ പലപ്പോഴും പലരുടെയും സൽപ്പേര് നശിപ്പിച്ചവരല്ലേ? ആരൊക്കെ എന്തൊക്കെയോ പറയുന്ന കേട്ട് അത് പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞ് ഒത്തിരി പൊലിപ്പിച്ചിട്ടില്ലേ? നാക്കിൻ്റെ ദുരുപയോഗം, ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ഉറപ്പോടുകൂടി പറഞ്ഞ് പലരുടെയും മനസ്സിനെ ഞാൻ മുറിപ്പെടുത്തിയിട്ടില്ലേ? എൻ്റെ വാക്കുകളുടെ ദുരുപയോഗം. എങ്കിൽ തിരുത്തുവാൻ, തിരിയുവാൻ, ദൈവത്തിലേക്ക് അടുക്കുവാൻ ദൈവം വിളിക്കുകയാണ് വിശുദ്ധ യൗസേപ്പിലൂടെ. അപ്പോൾ ജീവിത വിശുദ്ധി, കന്യാവ്രതത്തിൻ്റെ കാവൽക്കാരനായ വിശുദ്ധ യൗസേപ്പ്, അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശരിക്കും വാക്കുകളെ സൂക്ഷിച്ച് സംസാരിക്കണമെന്നും അനാവശ്യമാക്ക് പറയരുതെന്നും സൽപ്പേര് സൂക്ഷിക്കാൻ ബാധ്യതയുണ്ടെന്നും ദൈവം നമ്മളെ വിളിക്കുക. അതുകൊണ്ടാണ് എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ ഭാര്യയുടെയും എൻ്റെ മക്കളുടെയും സൽപ്പേര് മാത്രമല്ല, അച്ഛന്മാരുടെ സൽപ്പേര്, സിസ്റ്റേഴ്സിൻ്റെ സൽപ്പേര്, രാഷ്ട്രീയക്കാരുടെ സൽപ്പേര്, സാമൂഹ്യ പ്രവർത്തകരുടെ സൽപ്പേര്, ഒരുപക്ഷെ എനിക്കിഷ്ടമില്ലാത്ത രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാകാം, പക്ഷെ എൻ്റെ വായിൽ നിന്നും പാഴ്വാക്കൊന്നും വീഴരുത്. ഞാനായിട്ടൊരിക്കലും ആരെയും വിധിക്കുകയും വരുത്. തമ്പുരാൻ പറയുന്നു, നീ പറയുന്ന അതേ വാക്കുകൊണ്ട് നീയും വിധിക്കപ്പെടും. നീ അളക്കുന്ന അളവിൽ നിനക്കും അളന്നു നോക്കിക്കൂട്ടും. നീ കൊടുക്കുന്ന അതേ തോതിൽ നിനക്കും തിരിച്ചു കിട്ടും. അപ്പോൾ ജീവിതത്തിൽ വാക്കുകളെ സൂക്ഷിക്കുക, എണ്ണി എണ്ണി പറയുക. ഞാൻ ചില വർത്തമാനം പറയുമ്പോൾ ഓർക്കണം, എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഇതാ, ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ പറയുന്ന വിഷയത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കുക. കേൾക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നോക്കുക. പറയുന്ന എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ഓർക്കുക. ആരെക്കുറിച്ച് പറയുന്നു, ആ വ്യക്തിക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ എന്ന് ഓർക്കുക. ആർക്കും ഗുണമില്ലാത്ത വാക്ക് ഒരിക്കലും മിണ്ടാതിരിക്കുക. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റും. ഇത് 50 നോയമ്പിൻ്റെ കാലമാണ്. യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ വരുമ്പോഴൊക്കെ നമുക്ക് സഭയിൽ 50 നോയമ്പുമാണ്. അപ്പോൾ എല്ലാവരും പറയും, എന്നാ പറയാൻ, വലിയ പുണ്യാണ്ട് പെരുന്നാളിന് ഇറച്ചി കൂട്ടാൻ പറ്റാത്ത ഒരു തിരുനാളായി പോയി എന്ന് ചിലപ്പോഴെങ്കിലും ആൾക്കാർ പറയും. 50 നോയമ്പ് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ സാധാരണ ചിന്ത എന്താ? ഇറച്ചിച്ചട്ടി കഴുകി കമത്തി തുടച്ച് വെക്കണം. ഇനി 50 ദിവസം അത് വെളിച്ചം കാണുന്ന പ്രശ്നമില്ല, കമത്തി തന്നെ വെച്ചേക്കുക. ചിലർക്ക് ഇറച്ചിയില്ല, മുട്ടയില്ല, മീനില്ല, പാലില്ല, മോരില്ല, തൈരില്ല, എല്ലാം ഉപേക്ഷിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഓർക്കുന്നു, ഞാൻ സെമിനാരി പഠിക്കുന്ന കാലം, കുഞ്ഞുനാൾ മുതൽ എൻ്റെ അമ്മ 50 നോയമ്പ് നല്ല കടുപ്പത്തിൽ നോക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ സെമിനാരിയിൽ നിന്ന് ചെല്ലുമ്പം സാധാരണ കിട്ടുന്ന ഐറ്റം പാവയ്ക്ക, മുരിങ്ങക്ക, പാവയ്ക്ക, ഷട്ടിൽ സർവീസാണ്. ഞാൻ ചെല്ലുമ്പോൾ ഇത് കപ്പുച്ചിൻ സഭയാണ്, കട്ടി കൂടിയ സഭയാണ്, അതുകൊണ്ട് പാവയ്ക്ക മാത്രം മതി എന്നും പറഞ്ഞു മുരിങ്ങക്കായും കൂടെ മാറ്റിക്കളയുമായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും ഞാൻ നോമ്പ് കാലത്ത് വീട്ടിൽ പോകാൻ എനിക്ക് മടിയായിരുന്നു. കാരണം വീട്ടിലെ ഭക്ഷണക്രമം ഇങ്ങനെയായിരുന്നു. ഞാനിത് പലപ്പോഴും ഓർത്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഇന്ന് ഞാൻ ഓർക്കുകയാണ്, ഈ ഇറച്ചിയും മീനും മുട്ടയും വേണ്ടാന്ന് വെക്കുന്നതിനേക്കാൾ കൂടിയ ചില കാര്യങ്ങൾ നമ്മൾ പാലിക്കണം. ഇതൊക്കെ യോസേപ്പ് പിതാവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതാണ് ഒന്ന്, കണ്ണിൻ്റെ ഉപവാസം. ആവശ്യമില്ലാത്ത കാര്യം നോക്കാതിരിക്കുക, കുറ്റം കണ്ടുപിടിക്കാൻ കണ്ണ് തുറക്കാതിരിക്കുക, വൃത്തികെട്ട പടങ്ങൾ കാണാൻ കണ്ണ് തുറക്കാതിരിക്കുക, കണ്ണിൻ്റെ ഉപവാസം. 2, കാതിൻ്റെ ഉപവാസം. വലിയ ആകാംക്ഷയോടെ ആരുടെയും കുറ്റം കേൾക്കാതിരിക്കുക. കുറ്റങ്ങൾ, കുറവുകൾ, പോരായ്മകൾ പറയുമ്പം ആവേശത്തോടെ അതിന് ചെവി കൊടുക്കാതിരിക്കുക. അത് കാതിൻ്റെ ഉപവാസം. കണ്ണിൻ്റെ ഉപവാസം, കാതിൻ്റെ ഉപവാസം. നാക്കിൻ്റെ ഉപവാസം, ആവശ്യമില്ലാത്ത വർത്തമാനം പറയാതിരിക്കുക. പരമാവധി കുറച്ച് വർത്തമാനം പറയുക. അതുവഴി ത്യാഗവും കൊണ്ട് അന്തരീക്ഷ മലിനീകരണത്തിന് ഒരു കുറവും വരും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ചുമ്മാ കുറ്റവും വർത്താനവും എല്ലാം പറഞ്ഞിട്ട് ഇറച്ചിയില്ല, മീനില്ല, മുട്ടയില്ല, പാലില്ല, ആർക്ക് വേണം ഈ ഉപവാസം? ഒരു തമ്പുരാൻ അതുകൊണ്ട് ഒരു തൃപ്തിയുമില്ല. ദുഃഖ വെള്ളിയാഴ്ച ഇറച്ചി ഒലത്തി കൂട്ടിയാലും ഒരു കുഴപ്പമില്ല. പക്ഷേ വാക്ക് നിയന്ത്രിക്കണം, സംസാരം നിയന്ത്രിക്കണം, കമൻറ്റുകൾ നിയന്ത്രിക്കണം. ഒപ്പം നമ്മൾ കൂടുതൽ ദൈവത്തിൻ്റെ വചനം വായിക്കണം, ഭക്തിഗാനങ്ങൾ കേൾക്കണം, ഭക്തി പ്രഭാഷണങ്ങൾ കേൾക്കണം, TV പരമാവധി ഉപയോഗം കുറയ്ക്കണം. TV സീരിയലുകൾ, ചാനലുകൾ അത് മാക്സിമം വേണ്ടെന്ന് വെക്കണം.
ഈ യോസേപ്പ് പിതാവിൻ്റെയൊക്കെ തിരുനാളിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇതൊക്കെ ചേർന്ന് പറയുന്നതാണ് സൽപ്പേര് കളയാത്ത വിശുദ്ധ യോസേപ്പ്. നമ്മൾ നന്മയുടെ തലങ്ങളിൽ വളരുക, ആവശ്യമില്ലാത്തതിനെയൊക്കെ നമ്മൾ ഉപേക്ഷിക്കുക. ഈ ഒരു ഉപേക്ഷ നമ്മുടെ ജീവിതത്തിൽ പഠിക്കുക. ഇത് യോസേപ്പ് പിതാവ് നിത്യ മൗനമായിരുന്നുകൊണ്ട്, മൗനത്തെ ഉപാസിച്ചുകൊണ്ട് ഈ ജീവിത സന്ദേശങ്ങൾ, ഈ ജീവിത ദൂതുകൾ യോസേപ്പ് പിതാവ് നമുക്ക് തരികയാണ്. അപ്പോൾ 1, വിശുദ്ധിയുടെ കാവൽക്കാരൻ വിശുദ്ധ യോസേപ്പ്. 2, സൽപ്പേര് കളയാത്ത വിശുദ്ധ യോസേപ്പ്. 3, നൽമരണത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ്. യോസേപ്പ് പിതാവിനെ കുറിച്ച് പറയുന്ന വാക്കാണ് നല്ല മരണത്തിൻ്റെ മധ്യസ്ഥൻ. നമ്മൾ പറയും, ഭാഗ്യപ്പെട്ട മാറിയ യോസേപ്പേ, എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും കെടുമരണത്തിൽ നിന്നും ഞങ്ങൾക്ക് മോചനം തരണമേ. യോസേപ്പ് പിതാവിൻ്റെ ജീവിതം ഭാഗ്യപ്പെട്ട ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ബെർണാർഡ് യോസേപ്പ് പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്, എത്രയോ ഭാഗ്യമുള്ള മനുഷ്യൻ, മറിയത്തിൻ്റെ ശുശ്രൂഷ ഏറ്റുമേടിച്ച് യേശുവിൻ്റെ കരങ്ങളിൽ തലവെച്ച് മരിക്കാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധ യോസേപ്പ്. സ്വന്തം മോന് പേരിടാൻ അവകാശം ലഭിച്ച വിശുദ്ധ യോസേപ്പ്. മത്തായി 1:25 പറയുന്നു, നീ അവന് യേശു എന്ന് പേരിടണം. ഇപ്പം ആ പേര് വിളിക്കാനുള്ള ഭാഗ്യം യോസേപ്പ് പിതാവിനാണ് ലഭിച്ചത്. ഒപ്പം ദൈവമെന്ന സ്വന്തം മകൻ ദൈവം, ആ ദൈവത്തെ കെട്ടിപ്പിടിച്ച് മടിയിൽ തലവെച്ച് കരങ്ങളിൽ ശിരസ് വെച്ച് മരിക്കാൻ ഭാഗ്യം ലഭിച്ച യോസേപ്പ് പിതാവ്. ദൈവകരങ്ങളിൽ നേരിട്ട് തലവെച്ച് മരിക്കാൻ ഭാഗ്യം കിട്ടിയ യോസേപ്പ് പിതാവ്. അതുകൊണ്ട് പറയും, യോസേപ്പ് പിതാവ് നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനാണ്. ഈ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു നല്ല മരണം കിട്ടണോ? യോസേപ്പ് പിതാവിനെ പോലെ നന്നായിട്ട് ജീവിക്കുക. നന്നായിട്ട് ജീവിക്കുന്നവർക്ക് കിട്ടുന്ന സമ്മാനമാണ് നന്മരണം. നമ്മൾ പറയും, ഓ എന്തൊരു കെടുമരണം. കെടുമരണം എന്ന് പറയുന്ന ഒരു മരണം ഇല്ല. നന്നായിട്ട് ജീവിച്ചവർ എങ്ങനെ ജീവിച്ചാലും അത് നൽമരണമാണ്. നബറാങ്കോസയുടെ വെടിയുണ്ടയേറ്റ് മഹാത്മാഗാന്ധി മരിച്ചു. ആരെങ്കിലും പറയും, ഓ എന്നാ കെടുമരണം? ഇല്ല. മഹാത്മാഗാന്ധിയെ നമ്മൾ വിശുദ്ധനെ പോലെ ആദരിക്കും, വണങ്ങും. നന്നായിട്ട് ജീവിച്ചവർ പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലപ്പെട്ടാലും ഒരു പ്രശ്നവുമില്ല. എങ്ങനെ ജീവിച്ചോ അതാണ് പ്രധാനം, എങ്ങനെ മരിച്ചെന്നുള്ളതല്ല. ആർത്തകയ്ക്ക് ഉപ്പ് തേക്കാതെ നാട്ടിൽ വെറും പന്നിയെ പോലെ ജീവിച്ച ഒരു മനുഷ്യൻ കുർബാനയും കൈക്കൊണ്ട് രോഗിലേപനവും സ്വീകരിച്ച് ഒന്നാം തരം കട്ടിലേക്ക് കിടന്ന് മരിച്ചാൽ അതെന്നാ പുണ്യപ്പെട്ട മരണമാണോ? ആ മരണമാ കെടുമരണം. കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ ശാപഗ്രസ്തൻ, ശപിക്കപ്പെട്ടവനെന്ന് നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ യേശു കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ ആരെങ്കിലും പറയോ കുരിശിലെ യേശുവിൻ്റെ കെടുമരണം? ഇല്ല. അത് വിശുദ്ധിയുടെ പുണ്യപ്പെട്ട മരണം, ഭാഗ്യപ്പെട്ട മരണം. എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് പ്രധാനം, എങ്ങനെ മരിക്കുന്നു എന്നതല്ല. നമ്മൾ നന്നായിട്ട് ജീവിച്ചോ എല്ലാ മരണവും ഭാഗ്യപ്പെട്ട മരണം. അതുകൊണ്ടല്ലേ നന്നായിട്ട് ജീവിച്ച അപ്പനമ്മമാരും മറ്റും മരിക്കുമ്പം മക്കൾ എത്ര കണ്ണുനീരോടുകൂടി അപ്പൻ്റെയും അമ്മയുടെയും കട്ടിലിനടുക്ക് ചെന്ന് നിൽക്കുന്ന കാണാം. അവരെ അടക്കാൻ കൊണ്ടുപോകുമ്പം തിരിശേഷം മുത്തുന്ന പോലെ ആ മൃതശരീരത്തെ ചുംബിക്കുന്നത് കാണാം. ഓരോ ആണ്ടും വരുമ്പോൾ കല്ലറയുടെ മുമ്പിൽ നിന്ന് വിങ്ങി കരയുന്നത് കാണാം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കുകയായിരുന്നു. വർഷങ്ങൾ മുമ്പ് മരിച്ചുപോയ ഒരു മോൻ, ആ മോൻ്റെ കല്ലറ എല്ലാ ദിവസവും വന്ന് അമ്മയും അപ്പനും കൂടെ കഴുകി തുടയ്ക്കുന്നു. കാരണം നന്നായിട്ട് ജീവിച്ചവരുടെ മരണം ഭാഗ്യപ്പെട്ട മരണമായിട്ടാണ് കാണുക. യോസേപ്പ് പിതാവ് നല്ല മരണത്തിൻ്റെ മധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ ഒരു നല്ല ജീവിതം നയിച്ചു. നമ്മളും പറയണം, ഭാഗ്യപ്പെട്ട മാറിയ യോസേപ്പേ, അങ്ങയെപ്പോലെ ഒരു നല്ല ജീവിതം നയിക്കുവാൻ ദൈവത്തെ മാനിച്ചും ഭാര്യയെ അംഗീകരിച്ചും മകന് നന്മ ചെയ്തും കടന്നുപോയ, ആരെയും ദ്രോഹിക്കാതെ വിശുദ്ധി ജീവിച്ച യോസേപ്പിനെ പോലെ ഒരു നല്ല ജീവിതം നയിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ലോക ജീവിതം ഒരു വിശുദ്ധിയുടെ ജീവിതമായിട്ട് മാറണം. കന്യാവ്രതക്കാരുടെ കാവൽക്കാരൻ എന്ന് പറയുന്ന യോസേപ്പ് മൂല്യങ്ങൾ മുറുകെ പിടിച്ച വിശുദ്ധിയുടെ മനുഷ്യൻ. വിശുദ്ധി എന്ന് പറഞ്ഞത് ആരും എത്തിയ സ്ഥലമല്ല, എത്താൻ കൊതിക്കുന്ന സ്ഥലമാണ്. വിശുദ്ധി ആരും എത്തിയ സ്ഥലമല്ല, എത്താൻ കൊതിക്കുന്ന സ്ഥലമാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കൊതി വേണം. സ്വർഗസ്വനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുക. യോസേപ്പ് പിതാവിനെ നമ്മൾ നോക്കിക്കാണുക. ദൂതൻ്റെ സ്വപ്നം സ്വീകരിച്ച അന്നു മുതൽ ജീവിതത്തെ മുഴുവൻ ഒരു നല്ല മരണത്തിൻ്റെ വഴിയിലേക്ക് അദ്ദേഹം ഒരുക്കി കൊണ്ടുവന്നു. നമ്മൾ കണ്ടു, അദ്ദേഹം തൊഴിലിനോട് വിശ്വസ്തത കാണിച്ച് ജീവിതത്തെ ഓരോ നിമിഷവും വിശദീകരിച്ചു. നീതിയിൽ ജീവിച്ച് ജീവിതത്തെ പുണ്യമുള്ളതാക്കി മാറ്റി. അനുസരിച്ചുകൊണ്ട് ദൈവഹിതം ജീവിതത്തിൽ നിറവേറ്റി. പരാതി പറയാതെ ജീവിച്ച് പരിഭവമില്ലാത്ത ഒരു മനുഷ്യനായി, ആർക്കും മുറിവുണ്ടാക്കാത്ത ഒരു മനുഷ്യനായി ജീവിച്ചു.
ജീവിതത്തിൽ സ്വപ്നങ്ങൾ സൂക്ഷിച്ചു. ആ സ്വപ്നങ്ങൾക്കനുസരിച്ച് ദൈവപദ്ധതി പ്രകാരം അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തിരുകുടുംബത്തിൻ്റെ കാവൽക്കാരനായി ജീവിച്ചു. ജീവൻ്റെ മൂല്യങ്ങളെ അദ്ദേഹം മാനിച്ചു. അദ്ദേഹം ജീവിതത്തിൽ ജീവിത വിശുദ്ധി മുറുകെ പിടിച്ചു, കന്യാവ്രതയുടെ കാവൽക്കാരൻ എന്ന രീതിയിൽ. ഒപ്പം ആരുടെയും സൽപ്പേരി ഭൂമിയിൽ കളയാതെ ജീവിച്ചു. അങ്ങനെ ഒരു നല്ല മരണത്തിന് അദ്ദേഹം അർഹനായി തീർന്നു. ഈ യോസേപ്പ് പിതാവിൻ്റെ മരണ തിരുനാൾ നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നു ഈ ചിന്തകൾ. യോസേപ്പ് പിതാവിനെ കുറിച്ച് 5 ദിവസങ്ങളിലായി നമ്മൾ ചിന്തിച്ച ധ്യാനിച്ച ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുവാനും ജീവിതത്തെ വിശദീകരിക്കുവാനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കും പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ഭാഗ്യപ്പെട്ട മാറിയ യോസേപ്പേ, അങ്ങയുടേതുപോലെ ഭാഗ്യപ്പെട്ട ഒരു ജീവിതം ഞങ്ങൾക്കും തരണമേ. അങ്ങനെയുള്ള ഭാഗ്യപ്പെട്ട ഒരു ജീവിതം വഴി ജീവിതത്തിൽ ജീവിത അവസാനവും ഭാഗ്യത്തിൻ്റെ പൂർണ്ണതയായി അനുഭവിക്കുവാനുള്ള ശക്തിയും കൃപയും നമുക്ക് പ്രദാനം ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. യോസേപ്പ് പിതാവിനെ ഒരുപക്ഷെ നമുക്കറിയാം ഏറ്റവും മറന്നുപോയ ഒരു വിശുദ്ധനാണ്. മാതാവിന് എത്രയോ വണക്കവും എത്രയോ ആദരവുകളും ഒക്കെ കൊടുക്കുമ്പോഴും യോസേപ്പ് പിതാവിനെ മറന്നുപോകും. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം എടുത്താൽ യോസേപ്പ് പിതാവിൻ്റെ പേരിൽ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ മാതാവിൻ്റെ പേരിലും സഭയിലെ മറ്റു പല വിശുദ്ധരുടെയും പേരിൽ ഒരുപാട് വലിയ തീർത്ഥാടക സ്ഥലങ്ങളും 10,000 ആകർഷിക്കപ്പെടുന്ന സ്ഥലങ്ങളുമൊക്കെയുണ്ട്. പക്ഷേ ഈ യോസേപ്പ് പിതാവിനെ ഒരു വൃദ്ധൻ്റെ രൂപത്തിൽ നമ്മൾ വരച്ചു വച്ചിരിക്കുന്നു. ആരും ഓർത്തേക്കല്ലേ, യോസേപ്പ് പിതാവ് പ്രായം ചെന്ന ഒരു മനുഷ്യനായിരുന്നു. ഒന്നുമില്ല, കന്യാവ്രതം കാക്കാൻ വേണ്ടിയുള്ള ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടി നരച്ച താടിയും മീശയും വെച്ചിരിക്കുന്നല്ല. അതുകൊണ്ട് അത്രയും വൃദ്ധനാന്ന് ഓർത്തേക്കല്ലേ. നമ്മളെപ്പോലെ നല്ല ചോരയും രക്തത്തിളപ്പും എല്ലാം ഉള്ള ആളായിരുന്നു. പിന്നെ ഒരു വൃദ്ധൻ്റെ രൂപത്തിൽ പാരമ്പര്യത്തിൽ വരച്ചു വെച്ചു. ഒരിക്കലും ചരിത്രത്തിൽ യോസേപ്പ് പിതാവ് ഒരു വൃദ്ധനായിരുന്നില്ല. അത് ചരിത്രപരമായ സത്യം. അപ്പോൾ ഈ യോസേപ്പ് പിതാവ് ഒട്ടും മനസ്സിലാക്കാതെ ഒരുപാട് നൊമ്പരങ്ങൾക്ക് നടുവിലൂടെ മൗനമായിട്ട് നടന്നുപോയ, മൗനത്തെ ഉപാസിച്ച, മൗനത്തിൻ്റെ നിസ്വനായ ആ യോസേപ്പ് പിതാവ് നമ്മളോടും പറയുന്നു, ജീവിതത്തിലെ തകർച്ചകളെയും നൊമ്പരങ്ങളെയൊക്കെ മൗനത്തോടു കൂടി നേരിടുക. അങ്ങനെ ജീവിതത്തെ മനക്കെട്ടിയുള്ളതാക്കി മാറ്റി ദൈവം തരുന്ന 2 കൈയും നീട്ടി സ്വീകരിച്ച് നല്ല ഒരു മരണത്തിന് നമ്മളെ തന്നെ ഒരുക്കുവാൻ വിശുദ്ധ യോസേപ്പിൻ്റെ മാതൃക, നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായ യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥത നാം ഓരോരുത്തർക്കും ലഭിക്കട്ടെ. ആ കൃപയ്ക്കായി വിശുദ്ധ യോസേപ്പ് പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനും യേശുവിൻ്റെ വളർത്തുപിതാവുമായി വിശുദ്ധ യോസേപ്പിനെ ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ വിശുദ്ധ യോസേപ്പിനെ പോലെ നീതിയിലും നന്മയിലും വ്യാപരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഏൽപ്പിക്കപ്പെട്ട ജോലികൾ, തൊഴിലിനോട് വിശ്വസ്തത കാണിച്ച് ഓട്ടം പൂർത്തിയാക്കുവാനും നൽകപ്പെട്ട സമയത്തിനുള്ളിൽ ഏൽപ്പിക്കപ്പെട്ടതെല്ലാം വിശ്വസ്തയോടെ പൂർത്തിയാക്കി ഒരു നല്ല മരണം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. നല്ല മരണത്തിന് മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ നന്മയിൽ ജീവിച്ച് ഓട്ടം പൂർത്തിയാക്കി ഒരു നല്ല മരണം പ്രാപിക്കുവാൻ ഇടയാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.